പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ NXT വീക്കിലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് NXTയിലേക്ക് റാൻഡി ഓർട്ടൻ്റെ ഒരു മത്സരം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. NXT എപ്പിസോഡ് CW നെറ്റ്വർക്കിന് കീഴിലേക്ക് പോകുന്ന എപ്പിസോഡ്, അതായത് രണ്ടാമത്തെ എപ്പിസോഡിലാണ് റാൻഡി ഓർട്ടൻ്റെ മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. റാൻഡി ഓർട്ടൻ്റെ ഹോം ടൗണിൽ വെച്ച് നടക്കുന്ന NXT വീക്കിലി എപ്പിസോഡിൽ NXTയിലെ യുവതാരമായ ജേവൺ എവൻസ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് റാൻഡി ഓർട്ടൻ സിംഗിൾസ് മത്സരം കളിക്കുന്നത്. ഈ റെസ്ലറിൻ്റെ പ്രായം 20 വയസ്സാണ്. അതായത് ഈ വീഡിയോ തയ്യാറാക്കുന്ന എന്നേക്കാൾ 3 വയസ്സ് കുറവുള്ള ഒരു റെസ്ലറാണ് റാൻഡി ഓർട്ടനെതിരെ NXTയിൽ നേരിടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ റെസ്ലറുടെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ റെസ്ലറിനെതിരെയുള്ള മത്സരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റാൻഡി ഓർട്ടൻ ഒരു ട്വീറ്റ് ഇടുന്നുണ്ട്. നിൻ്റെ എതിരാളി ഒക്ടോബർ 9 ആരാണെന്ന് അറിയണ്ടേ എന്നുള്ളത്. അത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് നമ്മൾക്ക് കണ്ടുമുട്ടാം എന്നുള്ളതും റാൻഡി ഓർട്ടൻ കുറിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ആ ഒക്ടോബർ 9 നിന്ന് നടക്കാൻ പോകുന്ന NXT എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത് NXTയുടെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ആക്സിയം, നെതൻ ഫ്രേസർ തുടങ്ങിയ ടാഗ് ടീം ചാമ്പ്യന്മാരെ മെയിൻ റോസ്റ്ററിലെ ടീമായ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീം ചലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്ക് ഇന്നത്തെ NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. CM പങ്കിൻ്റെ ആദ്യ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് CM പങ്ക് NXTയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് റോക്സിനി പെരസ് അങ്ങോട്ടേക്ക് കയറി വരുന്നതാണ്. NXTയുടെ വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസും CM പങ്കും തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, റോക്സിനി പെരസ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് CM പങ്ക്. അത് WWE ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ റോക്സിനി പെരസ് ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രഹസ്യമാണ്. കടുത്ത ആരാധികയാണെന്നും CM പങ്ക് കാരണമാണ് താൻ റെസ്ലിംഗിലേക്ക് വന്നത് എന്നുള്ളതും CM പങ്കിനെ സംബന്ധിച്ച് റോക്സിനി പെരസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ AJ ലീയുടെ വലിയൊരു ആരാധികയാണ് താനെന്നും തൻ്റെ റെസ്ലിംഗിലെ ഒരു ഗോഡ് ഫാദർ ആയിട്ടാണ് CM പങ്കിനെ കാണുന്നത് എന്നുള്ളതുമൊക്കെ മുൻപത്തെ ഇൻ്റർവ്യൂകളിൽ നിരന്തരം റോക്സിനി പെരസ് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വ്യക്തികൾ ഒരേ സമയം റിംഗിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഇമോഷണൽ പ്രൊമോയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള റോക്സിനി പെരസിൻ്റെ കുറച്ച് വാക്കുകളാണ് നമുക്ക് പിന്നീട് കേൾക്കാൻ സാധിച്ചത്. ആദ്യം CM പങ്കിൻ്റെ കടുത്ത ആരാധികയാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന റോക്സിനി പെരസ് പിന്നീട് പറയുന്നുണ്ട് താൻ ഡ്രൂ മാക്കൻഡയറിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് CM പങ്കിൻ്റെ മുഖത്ത് നോക്കി ആ ഒരു സമയത്ത് റോക്സിനി പെരസ് പറയണമെന്നുണ്ടെങ്കിൽ CM പങ്കിനെ മനഃപൂർവ്വം കളിയാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഷിക്കാഗോ എന്ന് പറയുന്ന നാട്ടിൽ വെച്ചിട്ട് CW നെറ്റ്വർക്കിൻ്റെ കീഴിൽ ആദ്യത്തെ NXT എപ്പിസോഡിൽ WWE ടെലികാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഷോയിൽ CM പങ്ക് വരാൻ പാടില്ല എന്നുള്ളതും CM പങ്കിനെ അവിടെ ആർക്കും ആവശ്യമില്ല എന്നുള്ളതും ഷിക്കാഗോയിൽ താൻ തൻ്റെ ചാമ്പ്യൻഷിപ്പ് ജൂലിയക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് റിട്ടേൺ ചെയ്യുമ്പോൾ CM പങ്കിൻ്റെ ഹോം ടൗൺ എന്നറിയപ്പെടുന്ന ഷിക്കാഗോ പിന്നീട് റോക്സിനി പെരസിൻ്റെ ഹോം ടൗൺ ആയിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എന്നുള്ളതും അവിടെയുള്ളവർക്ക് ആർക്കും നിന്നെ ഇഷ്ടമില്ല എന്നുള്ളതും CM പങ്കിൻ്റെ മുഖത്ത് നോക്കി റോക്സിനി പെരസ് പറയുന്നുണ്ട്. നിർത്തി അങ്ങ് അപമാനിക്കുകയല്ലേ എന്നുള്ള രീതിയിലാണ് CM പങ്കിനെ ആ ഒരു സെഗ്മെൻറ്റിൽ റോക്സിനി പെരസ് കളിയാക്കി വിടുന്നത്. ഈ സെഗ്മെൻറ്റ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഈ സെഗ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ CM പങ്കിൻ്റെ ഏറ്റവും കടുത്ത ശത്രുവായ ഡ്രൂ മാക്കൻഡയർ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു. ട്വിറ്ററിൽ ഡ്രൂ മാക്കൻഡയർ കുറിക്കുന്നത് ഇങ്ങനെയാണ്: നീയല്ലേ നിൻ്റെ റെസ്ലിംഗിലെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോക്സിനി പെരസിനെയൊക്കെ താങ്ങി നടക്കുന്നത്, നിനക്ക് ഇത് തന്നെ വേണം. റോക്സിനി പെരസ് നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോക്സിനി പെരസിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഡ്രൂ മാക്കൻഡയറിൻ്റെ പോസ്റ്റ് കണ്ടത്. അപ്പോൾ റോക്സിനി പെരസ് CM പങ്കിനെ ഇഷ്ടപ്പെടുന്നില്ല, ഡ്രൂ മാക്കൻഡയറിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് ഡ്രൂ മാക്കൻഡയറിൻ്റെ ഒരു ശ്രദ്ധ കിട്ടുന്ന പോയിൻ്റായി മാറിയിട്ടുണ്ട്. CM പങ്കിനെതിരെ ആര് എന്ത് പറഞ്ഞാലും അവരുടെ കൂടെ ചേരുക എന്നുള്ളൊരു തന്ത്രമാണ് ഡ്രൂ മാക്കൻഡയർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും CM പങ്ക് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള സ്റ്റോറി WWE ഉടനീളം അവർ കൊണ്ടുപോകുന്നുണ്ട്. NXTയുടെ ഇന്നത്തെ വീക്കിലി എപ്പിസോഡിലും അത് തന്നെയാണ് നമുക്ക് ഇൻഡയറക്റ്റായി കാണാൻ സാധിച്ചത്. മറ്റൊരു സെഗ്മെൻറ്റിൽ CM പങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് CM പങ്ക് NXT ചാമ്പ്യൻഷിപ്പിൻ്റെ കോൺട്രാക്ട് സൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റിൽ ഇടപെട്ടതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു ഇടപെടൽ NXT CW നെറ്റ്വർക്കിന് കീഴിലേക്ക് പോകുന്ന ആദ്യ എപ്പിസോഡിലെ NXT ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒരു ഗംഭീര സ്റ്റിപ്പുലേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. CM പങ്ക് സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി വരുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്യുന്നത്. നിലവിലെ NXTയുടെ ചാമ്പ്യനായ
ഓൾ ഈഗോ ഈതൻ പേജ് എന്ന് പറയുന്ന റെസ്ലർ ട്രിക് വില്യംസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അവസാനമായി പങ്കുവെക്കുന്ന ഒരു പോയിന്റ്, മാൻഡി റോസ്, ഓട്ടിസ് തുടങ്ങിയവരുടെ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഒരു പ്രണയകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ പ്രണയകഥയുടെ തുടക്കം എവിടെ നിന്നാണ്, ആരാണ് ആ ഒരു സ്റ്റോറിയുടെ പിറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഓട്ടിസ് ഇക്കഴിഞ്ഞ ദിവസം ആ രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി. ആ സ്റ്റോറിക്ക് പിന്നിൽ മറ്റാരുമല്ല മാൻഡി റോസ് തന്നെയാണെന്നാണ് ഓട്ടിസ് വെളിപ്പെടുത്തിയത്. മാൻഡി റോസിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു സമയത്ത് മാൻഡി റോസിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴെ ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം കുറിച്ചു, നിന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് വരുന്ന പോസ്റ്റുകളിലും ഞാൻ അത്തരത്തിൽ അഭിപ്രായങ്ങൾ കുറിക്കുകയുണ്ടായി. അത് ആളുകളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മാൻഡി റോസും അതിന് തൊക്കതായിട്ടുള്ള ഒരു മറുപടിയും തനിക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നീട് മാൻഡി റോസിൻ്റെ മനസ്സിലേക്ക് ഇതൊരു സ്റ്റോറിയായി വർക്കൗട്ട് ചെയ്താലോ എന്ന് തോന്നുകയും വിൻസിൻ്റെ അടുത്തേക്ക് മാൻഡി റോസ് ഡയറക്റ്റ് പോയി ഇത്തരത്തിലാണ് ഞങ്ങളുടെ പ്ലാൻ എന്നും ഇത് ചെയ്യാൻ ഒരു അനുമതി തരണം എന്നുള്ളതും വിൻസിനോട് മാൻഡി റോസ് ചോദിക്കുകയും പിന്നീട് വിൻസ് സമ്മതം മൂളിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ മാൻഡി റോസിൻ്റെ ഐഡിയ ആയിരുന്നു ഇത് പൂർണ്ണമായിട്ടും. ഈ സ്റ്റോറി ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും അത് മാൻഡി റോസിൻ്റെ ഐഡിയ ആയിരുന്നു എന്നുള്ളതും ഈ സ്റ്റോറിയുടെ ഒരു പിന്നാമ്പുറ കഥ പോലെ ഓട്ടിസ് ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഓട്ടിസ് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം മാൻഡി റോസിനെതിരെ തന്നെ ചെയ്ത ഈ ഒരു സ്റ്റോറി ആയിരുന്നു. അതിനിടയിൽ മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് ആകാൻ വരെ ഓട്ടിസിന് സാധിച്ചു. പക്ഷേ അതൊക്കെ WWE ഭൂതകാലമാണ്. ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത അത്തരത്തിലുള്ള ഒരു ഭൂതകാലത്തിൽ ഓട്ടിസ് എന്ന് പറയുന്ന ഒരു റെസ്ലറിനെ WWE കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും. ഓട്ടിസ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ ഒരു സ്റ്റോറിയിലൂടെ ഒന്നും പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറച്ചും കൂടി ആളുകൾ ഓട്ടിസിനെ ശ്രദ്ധിക്കാൻ കാരണമായതും ആ സ്റ്റോറി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ സ്റ്റോറിയുടെ പിന്നാമ്പുറ കഥ ഇങ്ങനെയാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.